ഹായ് ഹലോ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. മക്കളെ വളർത്തേണ്ടത് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ജോലിയില്ല എന്നുള്ള കാരണങ്ങളൊന്നും പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിവാവാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം വളരെ നല്ലൊരു ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് മക്കളായി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം പാടെ മറന്ന് നടക്കുന്ന മനുഷ്യന്മാർക്ക്, എല്ലാം ചെയ്യുന്നവർക്കല്ല, ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള മെൻറ്റാലിറ്റിയിൽ അങ്ങ് നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അപ്പം അവർക്ക് എന്താ പറയുക, സ്ട്രിക്റ്റായിട്ട് ഈ ഒരു കാര്യം അവർ ചെയ്യണം എന്നുള്ളൊരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ അവരത് ചെയ്യാൻ റെഡി ആയിരിക്കും. ഇനി അവർ ചെയ്യാത്ത പക്ഷം ചിലപ്പോൾ മക്കൾക്കോ ഭാര്യക്കോ അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാനും സാധിക്കും. ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് മറ്റുള്ളവർ ചോദിക്കും, ഇത് തുല്യമായിട്ടുള്ള കാര്യം അല്ലേ എന്നുള്ളത്. തുല്യതയുള്ള കാര്യമാണ്. ചില കാലങ്ങളിൽ എന്താ പറയുക, പാരൻസിൽ അച്ഛന്മാർ ചിലപ്പോൾ ഈ കാര്യം ഒട്ടും ബോധേടല്ലാതെ അവരെ പാട് നോക്കി പോകുന്നൊരു അവസ്ഥയുണ്ട്. അമ്മ മാത്രമായിരിക്കും അവിടെ കഷ്ടപ്പെട്ട് ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഷ്ടപ്പെടുന്നത് പല സാഹചര്യങ്ങളിലൂടെയും. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിൽ സമൂഹത്തിൽ ഒരുപാട് പേരില്ലേ, അതായത് മക്കളെ ഉണ്ടാക്കാൻ അവർക്ക് നല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവരെ നോക്കുന്നതിൽ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ ആക്കിക്കളയുന്ന ചില അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്, പല രീതിയിലുള്ള ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എതിരെ ഇതൊരു നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് കുറച്ച് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. എത്ര ആൾക്ക് പോസിറ്റീവായിട്ട് അഭിപ്രായമുണ്ട്, നെഗറ്റീവായിട്ട് അഭിപ്രായമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.